അപ്പോൾ നമ്മുടെ മാളുവിൻ്റെ വളകാപ്പിനുള്ള ഡെക്കോറാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഞാനും അച്ഛനും കിക്കിയും ദിവസവും അമ്മയും മാളും എല്ലാം കൂടി നിന്നാണ് ചെയ്തത്. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്ത ഒരു സാധനം നന്നായിട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ നമുക്ക്. അത് ഭയങ്കര ഒരു സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത്. ഓരോ ഇലയും അടുക്കി വെച്ച് അതൊക്കെ ഒരു രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വളകാപ്പ് എന്നുള്ളത് എഴുതി ഗിൽറ്റിട്ട് ഇലയിലെ തന്നെ എഴുതി ഗിൽറ്റിട്ട് വെക്കാമെന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ എൻ്റെ പൊട്ടബുദ്ധിയായിരുന്നു. അത് കുറച്ച് മണലിട്ടിട്ട് വെച്ചാൽ കുറച്ചും ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് നിൽക്കും എന്നുള്ള രീതിയിൽ അച്ഛൻ അപ്പോഴേ പറഞ്ഞത് വേണ്ട. പക്ഷെ ഇത് ഫ്ലോപ്പായി. അതിൽ പിന്നെ ഗിൽറ്റിടാൻ പറ്റിയില്ല. വീണ്ടും പശ വെച്ചിട്ട്. അപ്പോൾ അടുത്ത അച്ഛൻ്റെ ട്രൈ. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ട്രൈ ചെയ്തത് ഞാനും അച്ഛനും തമ്മിലൊരു മത്സരം പോലായി. എന്തായാലും ലാസ്റ്റ് ഞങ്ങൾ പശ കൊണ്ട് തന്നെ ഡയറക്റ്റ് എഴുതി ഗിൽറ്റൊക്കെ ഇട്ട് എങ്ങനെയോ സെറ്റ് ചെയ്ത് നമ്മുടെ ഡെക്കോറൊക്കെ ഒരു രീതിയിൽ ഫിനിഷ് ചെയ്തു. ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മൾ സ്വന്തം ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ആയിട്ടൊരു ഒരു ഫീൽ ഗുഡ് സംഭവമായിരുന്നു മൊത്തത്തിൽ. പിന്നെ ഫുഡ് പുറത്തുനിന്നായിരുന്നു പറഞ്ഞത്. ബാക്കിയെല്ലാം നമ്മൾ സ്വന്തം തന്നെ ചെയ്യുമായിരുന്നു. ഡെക്കോറാണെങ്കിലും റിട്ടേൺ ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്നതാണേലും റിട്ടേൺ ഗിഫ്റ്റൊക്കെ നമ്മുടെ ഗർഭിണി സ്വന്തം പാക്ക് ചെയ്ത് എല്ലാം വെച്ചത്. അപ്പം അത് കഴിഞ്ഞ് ഡെക്കോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡാൻസ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു. അമ്മയും അമ്മായും കിക്കി ഞാനും എല്ലാം കൂടെയാണ് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കടന്നുറങ്ങിയതേ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഡേ വന്നു. നമ്മുടെ കുഞ്ഞ് സുന്ദരി ഒരുങ്ങി ക്യൂട്ടായിട്ട് വന്നു. അപ്പോൾ അവൾക്ക് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. അവളും ഹാപ്പിയായി. അപ്പം നമ്മുടെ റിലേറ്റീവ്സും എല്ലാവരും വന്നു. പിന്നെ ബാക്കി വരാനുള്ളവരൊക്കെ വെയിറ്റ് ചെയ്ത് നമുക്കിതിനൊരു മുഹൂർത്തമൊക്കെ ഉണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനും അവിടെ പോയി കയറുന്നതിനൊക്കെ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ രാവിലെ തന്നെ പ്ലാൻ ചെയ്തായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുണ്ടോ ഇങ്ങനെ ഇതിന് നമ്മൾ ചടങ്ങൊന്നും അറിയത്തില്ല. വളയിടണം, മധുരം കൊടുക്കണം എന്നൊക്കെ മാത്രമേ അറിയുള്ളൂ. നമ്മൾ ഈ വീഡിയോസിനകത്ത് കണ്ട ഒരു ആഗ്രഹത്തിന് ചെയ്യുന്ന പരിപാടിയാണ്. നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെയില്ല. വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങിന് 7-ാം മാസം വരിക, ഫുഡ് കൊടുക്കുക എന്ന് വെച്ചാൽ അത് കഴിക്കുക, പിന്നെ സമയമാകുമ്പോൾ വിളിച്ചുകൊണ്ട് പോകുന്ന രീതിയിൽ ഇതുവരെ എല്ലാം നടന്നു. ഇത് ആദ്യമായിട്ടാണ് വളകാപ്പായിട്ട് നമ്മൾ വെക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം അമ്മായി. എല്ലാ പ്രോഗ്രാമിനും വെള്ളം കൊടുക്കുക, എല്ലാവരെയും വെൽക്കം ചെയ്യാൻ അമ്മായിയെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ. എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് പെണ്ണ് കാണാൻ വന്നപ്പോഴും അമ്മായിയായിരുന്നു ഈ പരിപാടിയൊക്കെ ചെയ്തത്. അപ്പോൾ ഇതാ വരുന്നു നമ്മുടെ കഥാനായിക. ഹായ് മാളു. വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ നമ്മുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഇന്നലെ പ്രാക്ടീസ് ചെയ്ത് കണ്ടല്ലോ, ഒരു കുഞ്ഞ് ഡാൻസും ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചില്ല. ഞാൻ കീക്കിയോട് പറഞ്ഞു നീ ഫ്രണ്ടിൽ നിന്ന് കളിച്ചോ, ഞാൻ നോക്കി എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരു തട്ടിക്കൂട്ട് ഡാൻസും കളിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഉടനെ ഞങ്ങൾ ഡാൻസ് വരുമായിരിക്കും. അപ്പോൾ അതിനുള്ള ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നത്, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുക, പാട്ട് വെക്കുക, അങ്ങനത്തെ കുറച്ച് പ്ലാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത് ഞങ്ങളുടെ പെർഫോമൻസാണ്. അധികം വേറെ ആരും ഇല്ല, നമ്മുടെ അടുത്ത റിലേറ്റീവ്സ് മാത്രമേ ഉള്ളതെന്നുള്ളൊരു ധൈര്യത്തിലാണ് കേട്ടോ ഈ നോക്കിക്കളിക്കാം എന്നുള്ളൊരു പ്ലാനിൽ. എന്തുവാട്ടെ പാട്ടിട്ടോ, നീ ഫ്രണ്ടിൽ നിന്ന് കളിച്ചോ, ഡാൻസ് കളിക്കാം എന്നുള്ള രീതി. കീക്ക് പിന്നെ ബോൺ ഡാൻസറാണ്. അവൾ എന്ത് പാട്ട് എപ്പോൾ എങ്ങനെ കളിത്താലും നല്ല ഭംഗിയായിട്ട് ചെയ്യും. അവളെ നോക്കി അവളുടെ വാലായിട്ട് പുറകെ ഞാനും കളിക്കും. അപ്പോൾ ഇത് മാളുവിൻ്റെ ചേച്ചിയായിട്ട് കൂടെ നിന്ന്. പിന്നെ ഇതാണ് ഈ പറയുന്ന ഞാൻ. അപ്പോൾ വരുന്നു ഞങ്ങൾ ഡാൻസ്. അപ്പോൾ ഇതിൻ്റെ പാട്ടൊക്കെ ഇത് കണ്ണാടിക്കൂടും കൂട്ടി എന്നുള്ള സോങ്ങാണേ. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും വന്നിട്ട് വേറൊരു പാട്ടാണ് ചെയ്തത്. എന്തോ എനിക്ക് അറിഞ്ഞൂടാ, അതിൻ്റെ ലിറിക്സ് പറയാൻ പോലും അറിഞ്ഞൂടാ. ഡാൻസ് കളിച്ച് വന്നപ്പോൾ മൊത്തം ഷോ ആയിരുന്നു കേട്ടോ. സാരിയൊക്കെ കൊടുത്ത് ഡാൻസ് കളിക്കുമ്പോൾ റിസ്ക് അറിയാമല്ലോ. പിന്നെ അതൊക്കെ ഒരുവിധം പറ്റുന്നോളം കട്ട് ചെയ്തിട്ടാണ് ഇത് വന്നത്. ഇതിപ്പോൾ ജൂൺ ജൂലൈ മാസത്തിൽ റോസാപ്പൂവിൻ മാസത്തിൽ. അപ്പോൾ അതാണ് നമ്മുടെ മാളും ഞങ്ങൾ രണ്ടുപേരുടെ കളിച്ചത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മാളും ഞങ്ങൾ എല്ലാവരും ഒരേപോലെ സന്തോഷിച്ച കുറച്ച് സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഡാൻസ് തീരുന്നില്ല ഇത് എൻ്റെ മുന്നേ. അപ്പം എന്തായാലും ഡാൻസ് കഴിഞ്ഞിട്ട് ഇനി വേറെ എല്ലാവരും വന്ന് മാളുവിനും സ്വീറ്റ്സും വളയിട്ട് സ്വീറ്റ്സൊക്കെ കൊടുക്കുക, അതേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പിരിഞ്ഞ്. അത്രയേ ഉള്ളായിരുന്നു നമ്മുടെ പ്രോഗ്രാം മൊത്തത്തിൽ. എന്തായാലും കാണുമ്പം ഞാനപ്പോൾ ഇത് കാണുമ്പോൾ ഇവരോട് പറയായിരുന്നു എനിക്ക് ഇനിയൊരു കൊച്ചുണ്ടാകുമ്പോൾ ഇങ്ങനെ ഫങ്ഷൻ വെക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്.
ഒരു ഓരോ ജീവിതത്തിലെ ഓരോ സന്തോഷിക്കാനുള്ള മൊമെൻറ്റ്സ്, അത് ചെറുതോ വലുതോ, അത് മാക്സിമം അടിപൊളിയാക്കണം, എൻജോയ് ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുള്ളത്. ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. ചിലർ പറയും എന്തായാലും ഗർഭിണിയായി പ്രസവിക്കണം, അല്ലാണ്ട് ഇതിങ്ങനെയൊക്കെ വേണമെന്ന് ചോദിക്കുന്നവരും ഉണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ഒരേ മൈൻഡോടെ നമ്മുടെ ഒരു കുഞ്ഞ് ഹാപ്പി മൊമെൻ്റ് അത് സന്തോഷിക്കണം. പിന്നെ ഉണ്ണിച്ചേട്ടനില്ല എന്നുള്ളൊരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഇതിലുള്ളൊരു വിഷമം. കാരണം ഈ ഒരു മൊമെൻറ്റിൽ ഏറ്റവും കൂടുതലും പങ്കെടുത്ത് ഹാപ്പി ആവേണ്ട ഒരാളായിരുന്നല്ലോ ചേട്ടൻ. അപ്പം നമ്മൾ ആരെങ്കിലും വിദേശത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ ഫങ്ഷനും പങ്കെടുക്കാൻ പറ്റത്തില്ല, അതാണൊരു വിഷമം. അപ്പം എല്ലാവരും സ്വീറ്റ്സ് കൊടുത്തപ്പോൾ ഞങ്ങളൊരു വെറൈറ്റിക്ക് മധുരം ഫ്രൂട്ട്സിലാക്കി കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ നാത്തുമാരുടെ വക ഒരു കുഞ്ഞു പണി ഇരുന്നോട്ടെ എന്നും കരുതി. അപ്പം ഇതാണ് നമ്മൾ. അങ്ങനെ ഞങ്ങളിനി നമ്മുടെ ഫോട്ടോയും പ്രഹസനമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇത് എൻ്റെ അമ്മാൻ്റെ മോളാണ് കീക്കി. വീഡിയോ എടുക്കുന്നത് ഒക്കെ എൻ്റെ അമ്മാൻ്റെ മോൻ അച്ചു, അവനാണ് എൻ്റെ ഒഫീഷ്യൽ വീഡിയോഗ്രാഫർ. പിന്നെ എന്താ വേറെ എല്ലാവരുമൊക്കെ എടുത്ത വീഡിയോസൊക്കെ ഇട്ട്. ഇതെൻ്റെ ഏട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയാണ്. ഇതെൻ്റെ ചേച്ചി, ആൻറ്റി, എല്ലാവരും വന്ന് പങ്കെടുത്തായിരുന്നു. കസിൻസ്, അച്ഛൻ്റെയും അമ്മയുടെയും മാളുൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും എല്ലാ കസിൻസും സിസ്റ്റേഴ്സും മദർ. ഇത് മാളുൻ്റെ അച്ഛനമ്മ, എൻ്റെ അച്ഛനമ്മ. പിന്നെ അതേ നമ്മുടെ സദ്യ എടുത്ത് പറയണത് സൂപ്പർ സദ്യയായിരുന്നു. വളരെ എൻജോയ് ചെയ്തു. ഒന്നും കുറ്റം പറയാനില്ലാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യയായിരുന്നു. പിന്നെ ലാസ്റ്റ് വീട്ടിൽ നിന്ന് നമ്മുടെ മാളും അച്ഛനും അമ്മയ്ക്കും ദക്ഷിണ കൊടുത്തിട്ട് ഇറങ്ങുമ്പോൾ പറയും തിരിഞ്ഞു നോക്കില്ലെന്നോ, നേരെ മുന്നോട്ട് നോക്കി തന്നെ പോകണമെന്ന് പറയും. അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. മാളു ഭയങ്കര ഹാപ്പി ആട്ടോ, മാളുൻ്റെ വീട്ടിലോട്ട് പോവല്ലേ. അപ്പം അവിടെ പിന്നെ പിള്ളേർക്കും അങ്ങനെയാണല്ലോ ആഗ്രഹം, നമുക്ക് നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ടല്ലോ. അപ്പം അങ്ങനെ കറിപ്പോയതേ. ഇനി നമ്മൾ കുഞ്ഞാവയായിട്ട്